ഞാൻ ഡോക്ടർ നസീഫ്. പ്രമേഹ രോഗികൾക്ക് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് മധുര തുളസി അല്ലെങ്കിൽ സ്റ്റീവിയ എന്ന് പറയുന്നത്. ഇത് പഞ്ചസാരയേക്കാൾ 30 ഇരട്ടി മധുരമുള്ളതാണ്. ഇവ ഹൈപ്പർ ടെൻഷൻ, രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവ നിയന്ത്രിക്കാനും സഹായിക്കുന്നതാണ്. മധുര തുളസിയിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റീവിയോൺ ഗ്ലൈക്കോസൈഡ് എന്ന സംയുക്തമാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നത്. ഇൻസുലിൻ പ്രതിരോധം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ മധുര തുളസി നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. പ്രമേഹ രോഗികൾക്ക് മധുരത്തിന് പകരമായിട്ട് ഈ മധുര തുളസി ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. പ്രമേഹം നിയന്ത്രിക്കുന്നതിന് മധുര തുളസി ചായയാണ് ഉപയോഗിക്കേണ്ടത്. ചുടുവെള്ളത്തിലേക്ക് മധുര തുളസി ഇലകളിട്ട് 5-10 മിനിറ്റ് തിളപ്പിക്കുക. അതിനുശേഷം മധുര തുളസി ചായ ഉപയോഗിക്കാവുന്നതാണ്. പ്രമേഹത്തിൻ്റെ അളവ് കുറവുള്ളവർ മധുര തുളസി ചായ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഹൈപ്പർ ടെൻഷൻ, രക്തസമ്മർദ്ദം എന്നിവ നിയന്ത്രിക്കാനും മധുര തുളസി സഹായിക്കുന്നതാണ്. അതേസമയം 1-2 വർഷം തുടർച്ചയായി ഉപയോഗിച്ചാൽ മാത്രമാണ് ഇതിൻ്റെ ഫലം ലഭിച്ചു തുടങ്ങുകയുള്ളൂ. പ്രമേഹ രോഗികൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും മധുര തുളസി ഇട്ടുള്ള ചായയാണ് ഉപയോഗിക്കേണ്ടത്. മധുര തുളസിയുടെ മറ്റു ഗുണമാണ് താരനും മുഖക്കുരുവിനൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. മധുര തുളസിയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളാണ് ശരീരത്തിലുള്ള താരനും മുടികൊഴിച്ചിലൊക്കെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത്. മുടികൊഴിച്ചിൽ തടയാനും മധുര തുളസിയുടെ പച്ചയില വളരെ ഫലപ്രദമാണ്. നമ്മളിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് പഞ്ചായത്തിലുള്ള വിജയൻ എന്ന് പറയുന്ന ഒരു കർഷകന്റെ വീട്ടിലാണ്. അദ്ദേഹം മധുര തുളസിയെ തന്റെ വീടിന്റെ മുറ്റത്ത് നിറയെ നട്ടുപിടിപ്പിച്ച് പഞ്ചസാരയ്ക്ക് പകരമായി ഈ മധുര തുളസി അദ്ദേഹം വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇലകൾ ഉണക്കി അദ്ദേഹം മാർക്കറ്റിൽ ഇത് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നുമുണ്ട്.